മാറിയൊക്കെ ഫോൺ ചെയ്തോ? ഒരു വെള്ളപ്പേപ്പറും എടുത്താൽ മതി. നമ്മുടെ ഇവിടുത്തെ വർക്കിനും പ്രയോജനപ്പെടുത്താവുന്നു. കുറെ വർക്ക് എത്തിക്കണം. Okay. Can you wake up? ഇങ്ങോട്ട് കയറല്ലേ? മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതി ഉണ്ടായ ദാരുണമായൊരു സംഭവമായിരുന്നു. അവിടുത്തെ അടഞ്ഞു കിടന്നിരുന്ന ടോയ്ലറ്റ് ബ്ലോക്ക് ഇടിഞ്ഞു വീണ് തലയോരപ്പറമ്പ് സ്വദേശിനി ശ്രീമതി ബിന്ദു മരണമടഞ്ഞു. വളരെ ദുഃഖകരമായ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു. ആ സംഭവത്തെ തുടർന്ന് ആ വീടുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള കാര്യങ്ങൾക്കെല്ലാം ഗവൺമെൻറ് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നടപ്പാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. പ്രധാനമായി അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഒന്ന് കുട്ടിയുടെ ചികിത്സയായിരുന്നു. മോളുടെ ചികിത്സ സമയബന്ധിതമായി തന്നെ ഞങ്ങൾ ഇടപെട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തന്നെ ഓപ്പറേഷൻ നടത്തി അതിൻ്റെ മുഴുവൻ ചെലവുകളും സംസ്ഥാന ഗവൺമെൻറ് വഹിച്ച് കുട്ടിയെ പൂർണ്ണ സുരക്ഷിതയാക്കി വീട്ടിലെത്തിച്ചു. രണ്ടാമത്തെ കാര്യം വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഭാഗമായി നിർമ്മിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞ വീട് ഇതിനോടകം തന്നെ പൂർത്തീകരിച്ച് കഴിഞ്ഞ ദിവസം താക്കോൽ കൈമാറി. മറ്റൊന്ന്, സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ധനസഹായം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 10 ലക്ഷം രൂപയാണ് ഞങ്ങൾ ക്യാബിനറ്റ് തീരുമാനിച്ചത്. നേരത്തെ 50,000 രൂപ ഞങ്ങൾ ചടങ്ങുകൾക്ക് കൊടുത്തിരുന്നു. അങ്ങനെ 10 ലക്ഷം രൂപ സഹായധനമായി സമയബന്ധിതമായി കൈമാറി. അവസാനമായി അവർ ആവശ്യപ്പെട്ടിരുന്നത് മോന് ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടാനൊരു താമസമുണ്ട്, കിട്ടിക്കഴിഞ്ഞാൽ ജോലി വേണം. അതും ഞങ്ങൾ ക്യാബിനറ്റ് തീരുമാനിച്ചിരുന്നു. ക്യാബിനറ്റിന് തീരുമാനപ്രകാരം ഇപ്പോൾ ദേവസ്വം ബോർഡിൽ വേക്കൻസി ഉണ്ട്. ദേവസ്വം ബോർഡിനോട് ശുപാർശ ചെയ്തു. ബോർഡ് അവരുടെ അപേക്ഷ കിട്ടിയപ്പോൾ അവരത് വെച്ച് തീരുമാനമെടുത്തു. ഇപ്പോൾ വേക്കൻസിയുള്ള പോസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള വൈക്കം താലൂക്കിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിൽ തന്നെ ഓവർസിയറായി പോസ്റ്റ് ചെയ്യും. 2 വർഷത്തെ പ്രൊമോഷൻ കഴിഞ്ഞിട്ടായിരിക്കും പിന്നീട് അദ്ദേഹത്തിന് പ്രൊമോഷനൊക്കെ ആയി വരിക. ആ നിലയിൽ അവരാവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആ ഓർഡർ ദേവസ്വം ബോർഡിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി. ഇനി ജോയിൻ ചെയ്യാമെന്നതാണ്. വരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ കൂടി വരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം വന്നതാണ്. ആ കുടുംബത്തിനെ എല്ലാ അർത്ഥത്തിലും ഗവൺമെൻറ് ചേർത്ത് പിടിച്ച് എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നു. തുടർന്നും ആ കുടുംബത്തിൻ്റെ ഭാവി കാര്യങ്ങളിലൊക്കെ തന്നെ കഴിയാവുന്ന സഹായങ്ങൾ
ചെയ്തുകൊണ്ടായിരിക്കും ഗവൺമെൻറ് എപ്പോഴും അവരോടൊപ്പം ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ജോയിനിങ് പീരീഡ് കഴിഞ്ഞ് വൈക്കത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ പോസ്റ്റിങ്ങും ഇപ്പോൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓർഡറാക്കി കൊടുത്തു കഴിഞ്ഞിരിക്കും. ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ ചേർത്ത് പിടിച്ച മിനിസ്റ്ററിനും സാമൂഹിക പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ജനങ്ങൾക്കും എല്ലാം ഞാനിപ്പോൾ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ വേർപാടിന് വേണ്ടി, എൻ്റെ അമ്മയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച, അതുപോലെ തന്നെ പെങ്ങളുടെ ആരോഗ്യനിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ജനങ്ങൾക്കും ഞാൻ ഹൃദയം നന്ദി പറയുന്നു.